അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. ഇക്കാൻ്റെ വക സ്പെഷ്യൽ ഡിഷാണ്, സൺഡേ വൈബാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഏകദേശം പണികളൊക്കെ തീർത്തിട്ട് ഇക്കാൻ്റെ കൂടെ അങ്ങ് കൂടിയിട്ടോ. നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. സമയത്രേ 3 മണിയാവാനായി. 11 മണിക്ക് നിന്ന് കുക്കിംഗ് 3 മണിയായി തീരാൻ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ശങ്ക മാറി അങ്ങനെ ഞങ്ങൾ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ലാപ്പിൻ്റെ ഇതുണ്ട്. പതുക്കെ കേട്ടോ, സാധനങ്ങളൊക്കെ പുറത്തിറക്കുകയാണ്. അത് മാറ്റണം. സ്വയം വെട്ടി നോക്കിയേ. വെട്ടി നോക്കല്ല, അതിങ്ങനെ തൊട്ട് നോക്കുമ്പോ നമുക്ക് ആ മൂർച്ച അറിയാം. ഇന്നെന്താ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? നമ്മുടെ എന്താ പറയാ, ബീഫ് സ്റ്റിർ ഫ്രൈഡ് വിത്ത് ഹണി ചില്ലി സോസ്. എപ്പോ കിട്ടും? വേറൊരു പാത്രവും വേണ്ടേ? വലിയ കഷ്ണം ഉണ്ടാകാൻ എടുക്കണ്ട. നാളെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ ജിമ്മിൽ പോകും. ഇന്ന് ഞങ്ങൾ പോയി ജിം ഡ്രസ്സൊക്കെ മേടിക്കും. ഓക്കെ, കൊണ്ടുവച്ചോ. അടുക്കളയിൽ കൊണ്ടുവെക്കും കേട്ടോ. അടുക്കളയിൽ കൊണ്ടുവച്ചോ, ഞാൻ ഫ്രീസറിലേക്ക് വെച്ചോണ്ട്. വളരെ നൈസായിട്ട് നീളത്തിലല്ലേ? ഇങ്ങനെയാണ് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നോയ്സ് കുറേ വരും കേട്ടോ. നമ്മൾ ഇന്ന് ലൈവായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ നോയ്സ് കുറേ ഉണ്ടാവും. മാക്സിമം വീഡിയോ കോളാക്കാൻ നോക്കാം. ആ ചെറിയ സ്പാനർ ഒന്ന് എടുത്താൽ വെറുതെ പറഞ്ഞാടാ കൊട്ടനെ. ഷെയ്ക്കാക്കാൻ പാടില്ലടാ. കട്ട് ചെയ്യാൻ വയ്ക്കൂല്ലേ ആൺകുട്ടി? ശശിയായി പാവം. ഈ സൈഡ് എടുക്കുമ്പോ നല്ല വെളിച്ചുണ്ട് കേട്ടോ. എന്നാലും എന്റെ മോൻ ഇങ്ങനെ പറയാൻ പാടില്ല. എന്ത്? ഒരു വർഷത്തിന് ശേഷം തേങ്ങ പൊളിച്ചു തരുന്ന റിഹാൻ. കയ്യ് കേടുവന്ന കാരണം ഞാൻ പൊളിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എനിക്ക് തേങ്ങ പൊളിച്ചു തരുന്നത് ഗൈസ്. തേങ്ങ പൊളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമുണ്ടോ റിഹാൻ? നിങ്ങൾ വിചാരിക്കുന്നില്ല ഫുള്ള് ഫ്രീ ആണ് എന്ന്. എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി കുറച്ചും കൂടെ പരിപാടി ബാക്കിയുണ്ട്. ഇന്ന് ക്യാരംസിൽ ജയിച്ച ആൾക്ക് 2 പീസ് എക്സ്ട്രാ അല്ലേ ഷമീംക? 2 പീസ് എക്സ്ട്രാ. ക്യാരംസിൽ ജയിച്ച ആൾക്ക് 2 പീസ് എക്സ്ട്രാ. നമ്മുടെ ഈദിൻ്റെ ഇറച്ചിയുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ഇതാ ഫസ്റ്റാണ് കാണിക്കണത്. ഈദിൻ്റെ ഇറച്ചി കഴിഞ്ഞില്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈദിൻ്റെ ഇറച്ചി ഇതും കൂടെ കഴിഞ്ഞ് നമുക്കിനിയൊരു കുറച്ചുകൂടെ വെക്കാനുണ്ട്. അത് കഴിഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണല്ലേ.
കഴിയാനായോ കട്ടിങ്? ഇനി വെജിറ്റബിളൊക്കെ കുളിച്ചിട്ട് വരട്ടെ എന്നാ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആ ഓക്കെ. ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ അവിടെ മാറ്റി വെച്ചോ. നോ ഇഷ്യൂ. ആരാ ജയിച്ചു? ആരാ ജയിച്ചു? നിന്റെ ടീഷർട്ടിൽ നോക്ക്, നിന്റെ ടീഷർട്ടിൽ നോക്ക്. വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥായി നിൽക്കാം. സ്റ്റാൻഡിലുണ്ട് വെളുത്തുള്ളി, എടുത്തിട്ട് വാ. ആ അടുക്കളയിൽ ഒരു സ്റ്റാൻഡില്ലേ, അതിലൊരു പത്രത്തിൽ പൊതിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി. എവിടെ എവിടെ എവിടെ? അപ്പോൾ കുക്കിംഗ് പരിപാടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാം, അല്ലെങ്കിൽ എന്താ ഒരു ഓവന് ലുക്കിൽ നിൽക്കണ്ടാവും, ഗതിയായിട്ടുണ്ടാവും. കാരണം ഒരു മാക്സിയൊക്കെ ഇട്ടിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് പോയി കുളി കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഈ കത്തി ശരിയാവും. എനിക്ക് എൻ്റെ നാടൻ കത്തി ആണ്, പക്ഷെ എനിക്ക് വലിയ കത്തിയല്ലേ, എൻ്റെ കൈ ചെറുതല്ലേ, അപ്പോൾ എനിക്ക് ഫിലിമിന്റെ പറയുന്നത്. റോളക്സിന്റെ കയ്യിൽ എന്ത് കത്തിയുണ്ടായിരുന്നു? കത്തി വെക്കുന്നതിലുണ്ടാവും കേട്ടോ, ബ്ലാക്ക് കളർ കത്തി വെക്കുന്നതിലുണ്ടാവും. എനിക്ക് കംഫർട്ട് എപ്പോഴും ഈ കത്തിയാണ് കേട്ടോ. എനിക്ക് പിന്നെ എന്തുണ്ടാക്കുമ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം, ചോപ്പ് ചെയ്തത് വേണം, അതേപോലെ നീളത്തിലരിഞ്ഞതും വട്ടത്തിലരിഞ്ഞതും ഇങ്ങനത്തെയൊക്കെ വേണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒരുപാടിടും, ഗ്യാസിൻ്റെ പ്രശ്നം വരത്തേ ഇല്ല. ഗ്യാസ് ഉള്ളവർക്ക് ആ ഒരു ടെൻഷനേ വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം നല്ലപോലെ അതങ്ങ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെത്ര വില ഒന്നിന്? ഇറങ്ങിക്ക് 33 രൂപ. എവിടുന്ന് വാങ്ങിച്ചേ? ലുലുന്ന് കേട്ടാ. നമ്മള് വീഡിയോയിലൊക്കെ കാണാറില്ലേ, അത് കണ്ടിട്ട് വാങ്ങിച്ചതാ. വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഇത്ര വില. ചെറുതിലടിക്കട്ടെ. അപ്പൊ നമ്മുടെ എന്താ പറയാ പേര് പറഞ്ഞു? അല്ല, ഇതിന് ബ്ലെൻഡർ ഉദ്ഘാടനം നടത്താൻ പോവാണ് കേട്ടോ. പേര് മറന്നു. ഓൺ ആയിട്ടില്ല. ആ സ്വിച്ച് ഓൺ അല്ല, ഫസ്റ്റ് സ്വിച്ച്. അതല്ല, ഏറ്റവും താഴത്തെ. ഇനി ഇത് ഇവിടെ നിന്ന് ഓണാക്കാം. അതാണോ ഇത്?
അങ്ങനെ ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇക്കഥ മല്ലിയിലയൊന്ന് കൊത്തി എരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ വേഗം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. തുടക്കൽ പിന്നെ എനിക്ക് പണ്ട് മുതലേ ഉള്ള സ്വഭാവമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി. പിന്നെ ഈ ഒരു നാരങ്ങയുടെ വില ഞാൻ പറഞ്ഞല്ലോ, ലുലുന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ നാരങ്ങ കാണാൻ വേണ്ടിയിട്ട്. ഈ ലെയർ ആയിട്ടാണ് മുറിക്കുന്നത്. കുറച്ചും കൂടെ ക്യാമറയുടെ അടുത്ത് കാണിക്കുകയും ഇതിൻ്റെ ഉള്ളിൽ കാണിച്ച ക്യാമറ ഇങ്ങനെ നല്ല ചെത്തി എടുക്കുന്ന പോലെ ലെയർ ആയിട്ട് ആക്കിയാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ വരിക. നൈസിലാണെന്ന് കണ്ടില്ലേ, ഇത് ആ രീതിയിൽ നൈസിൽ എടുത്താലേ അതിൻ്റെ ഒരു ആ ഫ്ലേവറും ടേസ്റ്റും വരിക. ഇനി ഈ മീറ്റിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് എന്താ പറയുക, ഇത് ഗാർലിക് കുറച്ച് എടുത്തു. കുറച്ച് മതി, കാരണം ബാക്കി നമുക്ക് പിന്നീട് ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടതാണ്. ജിഞ്ചർ സോസിന് വേണ്ട, ജിഞ്ചർ കുറച്ച് മതി, വളരെ കുറച്ച് മതി. നമ്മൾ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അല്ലേ? പിന്നെ അതെ, മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സോയാ സോസ്, പിന്നെ ഹെർബ്സ്, പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്, പിന്നെ സോയാ സോസ് നമ്മൾ ശരിക്കും നമ്മളൊരു ഓറിയൻ്റൽ ഡിഷ് ഏതുണ്ടാക്കുമ്പോഴും അതിൻ്റെ മെയിൻ ബേസ് സോയാ സോസാണ്. കാരണം അതിൻ്റെ ഒരു മെറിനേഷൻ മീറ്റിനെ കുറച്ച് ടെൻഡറും ഫ്ലേവർഫുള്ളും ആക്കും. ഏകദേശം ഒരു 2.5 സ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ? ഇതെല്ലാം ഇട്ടിട്ട് ഈ പെപ്പർ ഹെർബ്സ് ഇട്ടിട്ടില്ല, പെപ്പർ കൂടെ ആദ്യം. പെപ്പർ ക്രഷ് ചെയ്താണ് കേട്ടോ നെക്സ്റ്റ് ഇടാൻ പോണേ. ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ സൺഡേ എന്തായാലും ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇക്കാക്ക് നല്ലൊരു പണി കൊടുത്തിട്ട് വരാം കേട്ടോ. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം അടുത്ത പ്രാവശ്യം. എത്ര എണ്ണത്? അങ്ങനെയൊന്നുമില്ലേ? കയ്യും കണക്കൊന്നുമില്ലേ? ഏകദേശം ഒരു 3 സ്പൂൺ. അത്ര എരിവാണോ പഠിച്ചോണേ? നോക്കാം, കുറച്ച് ഇങ്ങോട്ട് തന്നെ തട്ടിക്കോ. കയ്യും കണക്കൊന്നുമില്ല, പക്ഷെ ലാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് നമ്മൾ വിചാരിക്കും ഇടുമ്പോഴൊക്കെ ഇതൊക്കെ എന്തിനാന്ന് തോന്നും, പക്ഷെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇത് റോസ്മേരി തൈമ, അപ്പോൾ വേണ്ട, ഒരു കാര്യം ചെയ്യ്, ചെറിയ ഉള്ളിയേ ഒരു 4-5 എണ്ണം ജസ്റ്റ് ആ കല്ലിൽ ചതച്ചിട്ട് തന്നാൽ മതി കേട്ടോ.
നമ്മൾ എന്തൊക്കെ ഇടുന്നത്? പിന്നെ ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത നാരങ്ങൻ്റെ ഒരു അരമൂന്ന്. കുരു കളഞ്ഞിട്ടില്ല. അത് കുരു എടുത്ത് കളഞ്ഞു. ഒനിയൻ പൗഡർ ആണ് ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ചെറിയുള്ളി നന്നാക്കി ചതച്ചിട്ടിടണം കേട്ടോ അതിലോട്ട്. ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലത്തെ കഴിഞ്ഞു പോയി. ഇതിട്ട് കഴിഞ്ഞോ? വെളിച്ചെണ്ണയോ? അല്ല, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുണ്ടാക്കുന്ന കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാണ്ട് കേൾക്കണല്ല. എന്താ ചെയ്യാ? പടക്കം പൊട്ടണം വഴി വിളിച്ചാലേ കേൾക്കുള്ളൂ. നീ വന്നാലും മതി. ആ എണ്ണ വെളിച്ചെണ്ണ പാത്രമില്ലേ, അതിന് വെളിച്ചെണ്ണയുടെ പാത്രം ഇല്ലാതെ അതിൽ എണ്ണ ഉണ്ടോ നോക്കിട്ടാ, ഇല്ലെങ്കിൽ മേടിക്കേണ്ടി വരും. വെളിച്ചെണ്ണ കഴിഞ്ഞു. കുഴി എടുത്ത് മാറ്റിയില്ല കേട്ടാ. മാറ്റിക്കും. എവിടെ? ഞാൻ മിക്സ് ചെയ്തില്ല. കിട്ടൂലേ? അതെന്താ അറിയോ? വെള്ളുള്ളി ചോപ്പ് ചെയ്തത് ഇതിന്റെ കുരുവും തമ്മിൽ. ഇല്ല, അതിൽ എണ്ണയില്ലേ? നമ്മള് എണ്ണയില്ലാത്ത വെളിച്ചെണ്ണ ഇല്ലാത്തൊരു ഡിഷ് വളരെ റയർ അല്ലേ ഉണ്ടാക്കുക. അപ്പൊ ഇത് ഏത് ഡിഷാണ്? ഏത് രാജ്യത്തെ ഡിഷ്? ശരിക്കും ഓറിയന്റൽ ഡിഷാണ്. അതായത് മറ്റേ ഇവിടുത്തെ നമ്മുടെ ഹോങ്കോങ് സ്റ്റിർ ഫ്രൈഡ് ബീഫാണ്. അല്ലെങ്കിൽ ചൈനയിലും നമുക്ക് കിട്ടുന്ന സാധനം. ചൈനയില് ഹോങ്കോങ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ളവരെന്ത് ചെയ്യും? എല്ലാത്തിലും കൊണ്ടുപോയി കുറച്ച് വെളിച്ചെണ്ണ, അത് നമുക്ക് മസ്റ്റാണ്. ഒരു മലയാളി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചതക്കൽ കണ്ടപ്പോൾ വേഗം മിക്ക തന്നെ വാങ്ങിച്ച് ചതച്ചു കേട്ടോ. ഇന്ന് കിട്ടൂലെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും. അതോടുകൂടി ചതക്കൽ കഴിഞ്ഞല്ലോ. ഈ ഒരു ചതവൊക്കെ മതിയെന്നാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇനി ചതയ്ക്കണമെന്ന്. ഇത്ര മതിയെന്ന്, ഫ്ലേവർ ഇറങ്ങാൻ മാത്രം. നന്നായിട്ട് മിക്സ്. അമ്മയ്ക്ക് വളരെ വെറുപ്പാണെങ്കിലും അടിപൊളി മണുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കിത് കുക്ക് ചെയ്ത് പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കും. ഞാൻ കഴിക്കാത്തതുകൊണ്ട് കഴിക്കുന്നില്ല. പക്ഷെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. എന്തായാലും ഈ പ്രോസസ്സ് ഇവിടെ തീർന്നു. ഇനി ബാക്കി വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. നോയ്സ് നല്ലോണം ഉണ്ട്, നല്ല കാറ്റുണ്ട് നമ്മുടെ ഇവിടെ. അപ്പൊ ഞാൻ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് വരാം. ഇത്രയും വെജിറ്റബിൾ ആവശ്യമുണ്ട് കേട്ടോ. കൊണ്ടുവന്നു. ഇതിന്റെ കൂടെ പച്ചമുളകും കൂടി ഉണ്ട്. ഇതെങ്ങനെ കട്ട് ചെയ്യണ്ടേ? അല്ല, ഞാനും ഹെൽപ്പ് ചെയ്യാം. സംഭവങ്ങള് അല്ല, ഇങ്ങനെ നീളത്തിലാണ് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഹബ്ബി പറയുന്നത്. നമുക്ക് നോക്കാം. അത് ഞാൻ മുറിച്ച് കൊളാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് മുറിക്കണമെന്ന് കാണിച്ചു തരാം. മുറിച്ച് കൊളാക്കിയത് വേണമെങ്കിൽ ഞാൻ തന്നെ മുറിക്കാം. വേണോ? വേണ്ടാന്ന്. എന്നിങ്ങനെയാണെങ്കിൽ എന്ത് സുഖം. അങ്ങനെ വെജിറ്റബിളൊക്കെ മൂപ്പരെന്നെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ചുമ്മാ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനും മുളകും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ മുളക് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് എരിവ് കൂടുതലാവുമെന്ന്. പക്ഷേ
എരിവൊന്നും കൂടുതലായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പഠിച്ചവനറിയാം. 5-6 മുളകൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേഗം വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതേപോലെ മൂപ്പറിൻ്റെ ഡിഷ് പൊതുവേ നല്ല കളർഫുൾ ഡിഷായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. എന്തായാലും നിങ്ങളിത് ഫുൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ ഐറ്റംസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പകരമുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് പകുതി എടുത്താൽ മതി കേട്ടോ. അതിന്റെ പകുതി എടുത്താൽ മതി. അങ്ങനെ മുറിക്കുക. ഇത് വേണോ? ഇതിന്റെ ഫ്ലേവർ ഇതിലാണ് ഇത്ര, അതുകൊണ്ട് ഇത് വേണം. യൂസ് ചെയ്യാത്ത സാധനം. ഇത്രയും മുളകിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ നീളം കൂടിയ തന്നെ എടുക്കാൻ നീളം കൂടിയത് തന്നെ. അത്രയും നീളം വേണോ? ഇത്രയും നീളം വേണോ? അപ്പൊ കനം അത്രയും വേണോ? കനം നല്ല നേരിയതാക്കണം. നിങ്ങൾ കുറച്ച് കനത്തിൽ മുറിക്കുന്നു. ഞാൻ അധികം കനയില്ലാണ്ട് മുറിച്ചു. കുറച്ച് കനത്തിൽ മുറിക്കട്ടെ. നമ്മള് 11 മണിക്കല്ലേ നിന്നത്? 11 മണിക്ക് നിന്നിട്ടുണ്ട്. എത്ര ടൈം ആവുന്നുള്ളതേ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് കെട്ടിയവനെ അടുക്കളയിലോട്ട് പ്രവേശിപ്പിക്കാത്തത് എന്നുള്ളതിന്റെ ആൻസർ അപ്പൊ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ആവാം. ചെയ്തു തരുന്നതും പോടാ, അതിനൊരു അഹങ്കാരം വേറെ. സ്പ്രിംഗ് ഓനിയനാണ് ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നീളത്തിൽ തന്നെയാ കട്ട് ചെയ്യണ്ടേ? ഇതാ ഇങ്ങനെ നീളത്തില്. ബാക്കിയുള്ളതോ അതിന് തണ്ട് ഭാഗമാണ് കേട്ടോ മാക്സിമം വേണ്ടത്. ഞാൻ അറിയാണ്ട് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു പോയി കഴുകാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്ത് കളഞ്ഞ പിന്നെയാണ്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം എന്താണ്? ഇതാണ് വേണ്ടത്. ഓക്കെ. ഇത്രയും വെജിറ്റബിൾ ആണ് നമുക്കിപ്പം ആവശ്യം. ഇതെന്താണ്? ഇത് മറ്റേ ചൈനീസ് ക്യാബേജ്. ഇത് ചൈനീസ് ക്യാബേജ് ആണ്. അപ്പൊ നമുക്ക് ഇതും വേണം. എങ്ങനെ ചൈനീസ് ക്യാബേജ് ആണോ ലെറ്റ്യൂസ് ആണോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. നിങ്ങൾക്ക് അറിയിച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ലെറ്റ്യൂസിന്റെ ആണ്. ഷേപ്പ് മാത്രം വേറെ ആണോ? ഷേപ്പ് ഒന്നാണ് ഇത്ര. അപ്പൊ ഞാന് മറ്റേ ചൈനീസ് ഫ്രിഡ്ജിലുള്ളത് എന്താ? ഞാൻ ചൈനീസ് ക്യാബേജ് എഴുതിയിരിക്കുന്ന അവിടെ ചെറുതൊന്നും എടുത്ത്, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ എനിക്കത് കണ്ടിട്ട് ലെറ്റ്യൂസ് ആണെന്നാ തോന്നുന്നത്. അപ്പൊ അത് കാരണം അവിടെ ചൈനീസ് ക്യാബേജ് അത്ര എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അധികം എടുക്കുന്നില്ല. ബാക്കി സാലഡ് യൂസ് ചെയ്യാം. വലുത് എന്താണ്? അത് ചൈനീസ് ക്യാബേജ്. ഫ്രിഡ്ജിലുള്ളതാണ് ചൈനീസ് ക്യാബേജ്. അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വലുത് നീളത്തില്. ഇതല്ല. അപ്പൊ അത് വേണോ? അപ്പൊ എത്രയും മതി. മല്ലിയില പുതിന ഇലയാണ് നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. തണ്ടോടുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇക്ക പുറത്തുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ചോറും ഫിഷ് ഫ്രൈയും അതുപോലെ പരിപ്പിച്ചാറ്, ഉപ്പേരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളിതാ സ്റ്റൗവും ഒക്കെ എടുത്തിട്ട് പോവാണ്. ഇക്കയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്കിതൊക്കെ സെറ്റാക്കണം. ബീഫ് വന്ന ശേഷം നമുക്ക് വേഗം കുക്കിംഗ് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബീഫ് വിസിലടിച്ച ശേഷമാണ് സ്റ്റൗവൊക്കെ എടുത്തിട്ട് പോയത്. കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡി. ഇനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. മഷ്റൂം കഴുകണ്ടേ?
മഷ്റൂം ലാസ്റ്റ് ഒരു സ്പൂൺ. ഒന്നര സ്പൂൺ. നല്ല വലുതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കൂടെ പച്ചമുളകും പിന്നെ എല്ലാ കളറും ക്യാപ്സിക്കം അല്ലേ ഇട്ട് കൊടുക്കുന്നത്. നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ കറിയല്ല ഡിഷ്. ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടി കൂട്ടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കോട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കോളൂ. നല്ല മണമുണ്ട് കേട്ടോ. ഇട്ടോളേ. അല്ല മറ്റേ മസാല വേണ്ട. ഉപ്പ്, പാപ്രിക്ക, മുളക് പൊടി, അതെ. ആര് പറഞ്ഞു? എന്താണ് ഷാങ്ഹായ് ഹണി ചില്ലി ബീഫ് പിന്നെ മൂപ്പരവരുടെ വെജിറ്റബിളൊക്കെ വഴറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പാക്കും ഉമ്മാക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. സമയം ഏകദേശം 1:30-1:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവരോട് കഴിക്കാൻ പറഞ്ഞു. കാരണം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവർ ബീഫ് കഴിക്കില്ലല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഫിഷ് ഫ്രൈ, പരിപ്പച്ചാറ്, ഉപ്പേരി അങ്ങനെയൊക്കെ കഴിക്കാൻ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പൊടികളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടികളിടുമ്പോൾ സിമ്മാക്ക് കരിയും. നെക്സ്റ്റ് പാപ്രിക്ക. കയ്യിലില്ലേ മുളക് പൊടി കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വൈറ്റ് പെപ്പർ, പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ, ഇച്ചിരി സോയാ സോസ്. ലീവ്സ്, ചൈനീസ് ക്യാബേജ്, പിന്നെ എന്താ പറയുക സ്പ്രിംഗ് ഓണിയൻ, പിന്നെ മിൽക്ക് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും. ബാക്കിയുള്ള എല്ലാ വെജിറ്റബിളും എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ അങ്ങോട്ട് കൊടുക്കുക. നല്ല ഭംഗിയുള്ള കളർ കിട്ടാം, സൂപ്പർ കാണാൻ. ഇതിട്ട് കൊടുത്ത ശേഷം ഒരുപാട് കുക്ക് ചെയ്യണ്ട അല്ലേ? ഈ ഒരു ലീഫുകളും ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മള് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഓഫ് ആയിക്കോളെ. ഇനി ആവിയിൽ കിടന്നുണ്ടാവും. ജസ്റ്റ് അടച്ചു വെച്ചാൽ മതി. ഒരു സ്പൂണ് മാറ്റി വെച്ചിട്ട് അടക്കി. അപ്പോൾ എന്തായാലും അതിൽ നമുക്കിനി ബ്രോക്കോളി ഒക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കണം. ഇതിൽ ബ്രോക്കോളി ഇടാം. ബീഫ് ബ്രോക്കോളി എന്ന് പറയും. അപ്പോൾ വെജിറ്റബിളൊക്കെ അവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം.
അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇക്ക ഇവിടെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച ബീഫ് ഇതിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പി ഫീൽ വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇതാ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചൂടായ ശേഷം അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോഴേ പറയണ്ടേ, ഞാൻ വിചാരിച്ചു കുറച്ച് കുറച്ച് മതിയാവുന്നു. ബ്രോത്ത് യൂസ് ചെയ്യാമല്ലോ നമുക്ക് സൂപ്പായിട്ട് കുടിക്കാം. അത് വേറൊരു പാത്രം എടുത്തിട്ട് വാ ഈ വറുത്തതിനെ ഇടാൻ. ഈ പാത്രം നമുക്ക് വേറെ വേറെ ആയിട്ട് വറുക്കണം. ഇങ്ങനെ ആരും ഒരിക്കലും വറുക്കണം. ശരി, ഓരോന്നായിട്ട് ഇടും കേട്ടോ, ഒരുമിച്ചിടല്ലേ. നെക്സ്റ്റ് ട്രിപ്പ് ഓരോന്നോ ഞാൻ ഇടാം. ശരി, നിങ്ങൾക്ക് ഇടാം. തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാറി നിങ്ങൾ കൈ കഴിക്കണം. എങ്ങനെ എന്താ വെക്കുന്നത്? കുറച്ചും കൂടെ പ്ലാസ്റ്റിക് ആണോ കുട്ടിയാണോ? ഒരുപാട് ട്രൈ ആക്കണ്ടല്ലോ, കുറച്ച് സോഫ്റ്റ് വേണ്ടേ? ആദ്യത്തെ മസാല പൊടിക്കൂലോ. അത് ഇങ്ങനെ ഒരുമിച്ച് പക്കോടമാരി ആയിപ്പോയത് കൊണ്ടാണ്. ഇതാണ് കറക്റ്റ്. അങ്ങനെ ഒരുപാട് മനസ്സിലാക്കി. ഇനി നമുക്ക് വേണ്ടത് ചില്ലി ഗാർലിക് ഓയിലാണ് കേട്ടോ. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ജിഞ്ചറും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലിലോട്ട് നമ്മൾ ഗാർലിക്കും ജിഞ്ചറും ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തതാണ് ഈ ചില്ലി ഗാർലിക് ഓയിൽ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതായ ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മഷ്റൂമും ഇതുമാതിരി ഒന്ന് കട്ട് ചെയ്തിടണമായിരുന്നു. ഇതിലേ നല്ല ഭംഗിയുണ്ട്. ഓഫാക്കല്ലേ, എന്നിട്ട് ഓഫാക്കിയിട്ട് ആ ഹണി ചില്ലി ഓയിലും ഓഫാക്കിട്ടാ. ഹണി ചില്ലി ഓയിൽ, ഹണി ചില്ലി ഓയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. അതായത് അതിൽ ഹണി ഇല്ല, ഇത് ചില്ലി ഗാർലിക് ഓയിലാണ്. ചില്ലി ഗാർലിക് ഓയിൽ കേട്ടോ. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലോട്ട് തീനില്ലേ ഹണി വേണം. ഹണി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മതി കേട്ടോ. കുറച്ച് ഉപ്പിന്റെ കമ്മിയുണ്ട്. ഉപ്പിട്ടോ? അത് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഉപ്പ് കുറവാണെന്ന്. മതിയോ അത്ര? നന്നായി മിക്സ് ചെയ്യാൻ. ഇനി ഹണി ഒഴിച്ചു കൊടുക്കാം.
പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് ഹണി ആയിരിക്കും. പഞ്ചസാര ഇടുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് വേവിക്കുന്നതിൻ്റെ ഒപ്പമാണ്, അത് ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസ് വേവിക്കുന്നതിൻ്റെ ഒപ്പമാണ് ഇടേണ്ടത്. പഞ്ചസാര ഇടുന്നത് ഷുഗറായിട്ട് ഇടുന്നത്, പക്ഷെ ഷുഗറിനെക്കാട്ടി നല്ലത് ഇത് ഇങ്ങനെയല്ല. ഒരു മിനിറ്റ് ഇതാക്കിയിട്ട് ഇത് ലാസ്റ്റ് ഇനി വെച്ചോ. ഇങ്ങനെ വേണത്ര മിക്സ് ചെയ്യാൻ. ഇത് ശരിക്കും കടായിൽ അറിയാം. ാകുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ പാതി വേവിലായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് വെജിറ്റബിൾസ് ഉണ്ടാവും. അതിങ്ങനെ സോട്ടേ ചെയ്ത മാതിരി കാണില്ല, കാരണം വെജിറ്റബിൾസ് അവർ ഓൾമോസ്റ്റ് ലാസ്റ്റ് കംപ്ലീറ്റ് വെന്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് കൂടുതലും ഓറിയൻ്റൽ ഡിഷ് അങ്ങനെ കാണുക. ഇത് നമ്മൾ പിന്നെ എല്ലാം മലയാളവൽക്കരിക്കുന്നതുകൊണ്ട് അപ്പൊ ഞാൻ ഈ ഡിഷ് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. വായിൽ വെള്ളം വരുന്നു. വെജിറ്റബിളും കുറച്ച് ഒരു പീസ് ബീഫും. അടിപൊളി അടിപൊളി. കഷ്ടപ്പെട്ടതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും സമയത്തിനായി 3 മണിയാവാനായി. 11 മണിക്ക് നിന്ന് കുക്കിംഗ് 3 മണിയായി തീരാൻ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.